Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. നമസ്കാരം. നെറ്റ്വർക്ക് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ കോടതി സമുച്ചയം നിർമ്മാണം സെപ്റ്റംബറിൽ പൂർത്തീകരിക്കുമെന്ന് ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. 14 കോടി രൂപ ചെലവഴിച്ച് 3053 സ്ക്വയർ ഫീറ്റിലാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം. അതിയടം പെരിയാട്ട് പാടശേഖരങ്ങളിലെ കർഷകർക്ക് ആശ്വാസമായി റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണം പുരോഗമിക്കുന്നു. ശോചനീയാവസ്ഥയിലായ പഴയ പാലം പൊളിച്ചു നീക്കിയാണ് പുതിയ റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഒരുക്കുന്നത്. കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന വി സരോജിനിയുടെ 3ാം ചരമവാർഷിക ദിനം ആചരിച്ചു. കരിവെള്ളൂർ രക്തസാക്ഷി നഗറിൽ CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം PP ദിവ്യ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വടക്കേ മലബാറിലെ പ്രസിദ്ധമായ ചീമേനി ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം മഹോത്സവത്തിന് സമാപനമായി. 11 നാളുകളിലായി നടന്ന കളിയാട്ടത്തിന് എത്തിച്ചേർന്നത് ലക്ഷക്കണക്കിന് ഭക്തർ. വിശദമായ വാർത്തകളിലേക്ക്. പയ്യന്നൂർ കോടതി സമുച്ചയം നിർമ്മാണം സെപ്റ്റംബറിൽ പൂർത്തീകരിക്കുമെന്ന് ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. അറിയിച്ചു. നിർമ്മാണ പ്രവൃത്തി അവലോകനം ചെയ്യുന്നതിനായി എം.എൽ.എയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുകയും സൈറ്റ് സന്ദർശിക്കുകയും ചെയ്തു. 14 കോടി രൂപ ചെലവഴിച്ച് 3053 സ്ക്വയർ ഫീറ്റിലാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം. പയ്യന്നൂർ കോടതി സമുച്ചയ നിർമ്മാണ അവലോകനം ചെയ്യുന്നതിനായി ടി.ഐ. മധുസൂദനൻ എം.എൽ.എയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുകയും സൈറ്റ് സന്ദർശിക്കുകയും ചെയ്തു. അംഗീകരിച്ച പ്ലാൻ ഫണ്ട് പ്രകാരം ഗ്രൗണ്ട് ഫ്ലോറിൽ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, ക്യാൻറ്റീൻ, ഇലക്ട്രിക്കൽ റൂം, ടോയ്ലറ്റ് സൗകര്യത്തോടുകൂടി ഡ്രൈവേഴ്സ് റെസ്റ്റ് റൂം, 2 ലിഫ്റ്റുകളും സ്റ്റെയർ മുറികളും നൽകിയിട്ടുണ്ട്. 1ാം നിലയിൽ പ്രോപ്പർട്ടി റൂം, ലീഗൽ സർവീസസ് അതോറിറ്റി റൂം, സെൻട്രൽ നസ്രത്ത് റൂം, ജുഡീഷ്യൽ സർവീസ് സെന്റർ റൂം, ബാർ അസോസിയേഷൻ റൂം, കമ്പ്യൂട്ടർ സെൽ റൂം, മീഡിയേറ്റർ റൂം, ക്ലർക്സ് റൂം, ലേഡി അഡ്വക്കേറ്റ്സ് റൂം, കോമൺ ടോയ്ലറ്റ്, ഭിന്നശേഷിക്കാർക്കുള്ള ടോയ്ലറ്റ്, വെയിറ്റിംഗ് ഏരിയ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2ാം നിലയിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് റൂം, ബെഞ്ച് സെക്ഷൻ, കറന്റ് റെക്കോർഡ്സ് ഓഫീസ് റൂം, 4 മജിസ്ട്രേറ്റ് കോർട്ട്, കോമ്പൈൻഡ് സെക്ഷൻ, പ്രോപ്പർട്ടി റൂം, റെക്കോർഡ് റൂം, വീഡിയോ കോൺഫറൻസ് റൂം, ജഡ്ജസ് ചേംബർ, സ്റ്റെനോ സ്റ്റാഫ് ടോയ്ലറ്റ്, കോമൺ ടോയ്ലറ്റ്, ഭിന്നശേഷിക്കാർക്കുള്ള ടോയ്ലറ്റ് എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3ാം നിലയിൽ മുൻസിഫ് കോർട്ട് റൂം, ബെഞ്ച് സെക്ഷൻ, കറന്റ് റെക്കോർഡ്സ്, ഓഫീസ് റൂം ഫോർ മുൻസിഫ് കോർട്ട്, കോമ്പൈൻഡ് സെക്ഷൻ, വീഡിയോ കോൺഫറൻസ് റൂം, ജഡ്ജസ് ചേംബർ, സ്റ്റെനോ സ്റ്റാഫ് ടോയ്ലറ്റ്, കോമൺ ടോയ്ലറ്റ് എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 4ഉം 5ഉം നിലകളുടെ നിർമ്മാണത്തിനുള്ള 6.96 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ഭരണാനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ട്. നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി. വിശ്വനാഥൻ, പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി തയ്യിൽ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സവിത സി, അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനോജ് കുമാർ, ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജേഷ് പിലാങ്കു, പ്രസിഡന്റ് അഡ്വക്കേറ്റ് D.K. ഗോപിനാഥ്, അഡ്വക്കേറ്റ് T.V. അജയ്കുമാർ എന്നിവരും ടി.ഐ. മധുസൂദനൻ എം.എൽ.എക്കൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന വി സരോജിനി അനുസ്മരണം പയ്യന്നൂരിൽ നടന്നു. N. സുകന്യ ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന വി സരോജിനിയെ അനുസ്മരിച്ചു. പയ്യന്നൂർ AKG ഭവനിൽ നടന്ന അനുസ്മരണ സമ്മേളനം അസോസിയേഷൻ അഖിലേന്ത്യാ സെക്രട്ടറി N. സുകന്യ ഉദ്ഘാടനം ചെയ്തു. വിവിധ ഭാഗങ്ങളിൽ നിന്നും പോലെയുള്ള ഒരുപാട് ആളുകൾ നമുക്ക് ആ കാലഘട്ടത്തിൽ മഹിളാ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഇന്ന് നമുക്കുണ്ടായിരുന്ന സൗകര്യങ്ങളൊന്നുമില്ലാതെ ഒരു കാലഘട്ടത്തിൽ ആ പ്രയാസങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് സമൂഹത്തിൽ സ്ത്രീകൾ
അതിന്നും നമ്മളിപ്പോൾ ആ വിഷയങ്ങളിൽ ഏരിയ പ്രസിഡന്റ് KV ലളിത അധ്യക്ഷയായി. KP ജ്യോതി, P ശ്യാമള, VK നിഷ, ഈശ്വരി ബാലകൃഷ്ണൻ, PV സുജ, PV നാരായണി, P ലീല എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുതാഴം പഞ്ചായത്തിലെ കുണ്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണം പുരോഗമിക്കുന്നു. ശോചനീയാവസ്ഥയിലായ പഴയ പാലം പൊളിച്ചു നീക്കിയാണ് പുതിയ റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഒരുക്കുന്നത്. ചെറുതാഴം പഞ്ചായത്തിലെ കുണ്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണം പുരോഗമിക്കുന്നു. ഇറിഗേഷൻ വകുപ്പിന്റെ 45 ലക്ഷവും റോഡിനു വേണ്ടി പഞ്ചായത്തിന്റെ 22 ലക്ഷവും ചേർന്ന് ആകെ 67 ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ശോചനീയാവസ്ഥയിലായ പഴയ പാലം പൊളിച്ചു നീക്കിയാണ് പുതിയ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കുന്നത്. അദ്യടം, പെരിയാട്ട് പാടശേഖരങ്ങളിലെ കർഷകർക്ക് ഏറെ ഗുണകരമാകും ഇതിന്റെ നിർമ്മാണം കഴിഞ്ഞാൽ. വെള്ളമില്ലാതെ കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടിലായിരിക്കുന്ന കർഷകർക്കും വർഷങ്ങളായി തരിശുഭൂമിയുള്ള കർഷകർക്കും കൃഷിയിറക്കാൻ ഇതുവഴി സാധിക്കും. കാർഷിക ആവശ്യങ്ങൾക്കും ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിനും വേണ്ടിയാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് സ്ഥാപിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV ഉണ്ണികൃഷ്ണൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. അടിസ്ഥാന സൗകര്യ വികസനം നേടിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ കുണ്ടം പാലം കഴിഞ്ഞ കുറേ കാലമായി നാശോന്മുഖമായി കിടക്കുന്ന ഒരു പാലം, അതിലൂടെ യാത്രാ സൗകര്യവുമെല്ലാം ജീർണിച്ചു പോയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ കുണ്ടം പാലം നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇറിഗേഷൻ വകുപ്പിനെയും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിനെയും സമീപിച്ച് ബഹുമാനപ്പെട്ട MLA ശ്രീ M ബിജിൻ്റെ കൂടി ഒരു നല്ല രീതിയിലുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇറിഗേഷൻ വകുപ്പ് 45 ലക്ഷം രൂപ ഈ കുണ്ടം പാലം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നീക്കിവെച്ചത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പണി ഇപ്പോൾ ഈ മഴക്കാലത്തിന് മുമ്പ് തന്നെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തി പുരോഗമിച്ചു വരികയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. CPIM ചെറുതാഴം ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ OV നാരായണൻ അനുസ്മരണം സംഘടിപ്പിച്ചു. പടന്നപ്പുറത്ത് നടന്ന അനുസ്മരണ സമ്മേളനം IV ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പടന്നപ്പുറത്ത് വെച്ച് നടന്ന OV നാരായണൻ അനുസ്മരണം IV ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം മണ്ഡലം, ആ മണ്ഡലത്തിൻ്റെ സെക്രട്ടറിയായി OV വളരെ ചെറുപ്പത്തിലേ വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം പാർട്ടിയിൽ കിട്ടിയിട്ടുള്ള അംഗീകാരം, വളരെ ചെറുപ്പത്തിലേ കിട്ടിയ അംഗീകാരം. P കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി A മാധവൻ സ്വാഗതം പറഞ്ഞു. M ശ്രീധരൻ, MV ശകുന്തള, TV പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ നഗരസഭ മഴക്കാല പൂർവ്വ മെഗാ ശുചീകരണം ആരംഭിച്ചു. പയ്യന്നൂർ പെരുമ്പയിൽ ചെയർപേഴ്സൺ KV ലളിത നഗരസഭാ തല ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭ മഴക്കാലപൂർവ്വ മെഗാ ശുചീകരണ പ്രവർത്തനങ്ങൾ പെരുമ്പയിൽ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ C ജയ, V ബാലൻ, VV സജിത, T വിശ്വനാഥൻ, TP ജമീറ, കൗൺസിലർ KK ഫൽഗുനൻ, M ആനന്ദൻ, ക്ലീൻ സിറ്റി മാനേജർ AV മധുസൂദനൻ, താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ E നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പെരുമ്പ മുതൽ കോത്തായിമുക്ക് വരെ സംഘടിപ്പിച്ച ശുചീകരണത്തിൽ ജനപ്രതിനിധികൾ, നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ആരോഗ്യ വിഭാഗം ഫീൽഡ് ജീവനക്കാർ, ആശാപ്രവർത്തകർ, കുടുംബശ്രീ, ഹരിതകർമ്മസേന, തൊഴിലുറപ്പ് തൊഴിലാളികൾ, NSS യൂണിറ്റ് 11, പയ്യന്നൂർ കോളേജ് വളണ്ടിയർമാർ, AKS GVHSS, NSS വൊക്കേഷണൽ ഹയർ സെക്കൻഡറി യൂണിറ്റുകളിലെ വളണ്ടിയർമാർ, വ്യാപാര സ്ഥാപന സംഘടനാ പ്രതിനിധികൾ, വിവിധ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ ശുചീകരണത്തിൽ പങ്കാളികളായി. ആരോഗ്യ ജാഗ്രതാ ക്യാമ്പയിന്റെ ഭാഗമായി ഒരു ദിനം ഒരു വാർഡുതല ബോധവൽക്കരണ പ്രവർത്തനം നല്ല നിലയിൽ നടന്നുവരുന്നുണ്ടെന്നും 18, 19 തീയതികളിൽ നഗരസഭയിലെ 44 വാർഡുകളിലും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങളെയാകെ പങ്കാളികളാക്കിക്കൊണ്ട് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും 19-ന് ശുചിത്വ ഹർത്താൽ ആചരിക്കുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. CPIM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗം, അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, കരിവള്ളൂർ പെരളം പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന VV സരോജിനിയുടെ 3ാം ചരമവാർഷിക ദിനം ആചരിച്ചു. കരിവള്ളൂർ രക്തസാക്ഷി നഗറിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു.
CPIM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗവും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും KSKTU സംസ്ഥാന വൈസ് പ്രസിഡന്റും കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന VV സരോജിനിയുടെ 3ാം ചരമവാർഷിക ദിനം ആചരിച്ചു. കരിവെള്ളൂർ രക്തസാക്ഷി നഗറിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. പക്ഷേ സഹകരണ ബാങ്കിന്റെ ഒരു പ്രസിഡന്റായിട്ട് ഒരു സ്ത്രീയെ നമുക്ക് കാണാൻ വളരെ അപൂർവേ കിട്ടും. എനിക്ക് തോന്നുന്നു കണ്ണൂർ ജില്ലയിലെ തന്നെ ആദ്യത്തെ ഒരു സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായിട്ട് സരോജിനി എടുത്തി വന്നു. കരിവെള്ളൂർ പഞ്ചായത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റായി അവർ വന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഇവിടെ നിന്നും അവർ ജയിച്ച് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗമായി മാറുന്നു. P. രമേശൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ ഏരിയ സെക്രട്ടറി P. സന്തോഷ്, V. കുഞ്ഞികൃഷ്ണൻ, M. രാഘവൻ, K. നാരായണൻ, KP ജ്യോതി, T. ഗോപാലൻ, VV പ്രദീപൻ, കൂത്തൂർ നാരായണൻ, AV ലേജു, PV നാരായണി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പുതിയ കാലത്ത് മൊബൈൽ പുഴുക്കളായി മാറിയ പുതുതലമുറയ്ക്ക് നേർവഴി കാട്ടാൻ ഒരാൾ. കുട്ടികൾക്ക് കളിക്കാനും ചിരിക്കാനും വായിക്കാനും ഇടമൊരുക്കുകയാണ് കരിവെള്ളൂർ കൂക്കാനത്തെ അരവിന്ദൻ. മൊബൈലിന്റെ അതിപ്രസരത്തിൽ പുതുതലമുറ അഭിരമിക്കുമ്പോൾ അവർക്കായി കളിക്കാനും ചിരിക്കാനും വായിക്കാനും ഇടമൊരുക്കുകയാണ് കരിവെള്ളൂർ കൂക്കാനത്തെ അരവിന്ദൻ. തൻ്റെ പറമ്പിൽ തന്നെ ഇതിനായി അദ്ദേഹം ഇടം കണ്ടെത്തിയിട്ടുണ്ട്. കുട്ടികളെല്ലാം രാവിലെ തന്നെ ഇവിടെ എത്തും. പിന്നെ പലതരം കളികളായി. നാടൻ കളികളാണ് ഏറെയും. പുതുതലമുറയിലെ കളിയെന്ന് പറയാൻ ഫുട്ബോൾ മാത്രമുണ്ട്. ഒളിച്ചുകളി, കോരിക്കളി, ഗോട്ടിക്കളി, ഊഞ്ഞാലാട്ടം, ഇങ്ങനെ പോകുന്നു കുട്ടികളുടെ മേളങ്ങൾ. പോകുമ്പോൾ ആവശ്യക്കാർ ഓരോ പുസ്തകവും എടുക്കും. ഇവിടെ വെച്ച് തന്നെ വായിച്ചു തീർക്കുന്നവരുമുണ്ട്. പുതിയ തലമുറയെ കുറേ സമയമെങ്കിലും മൊബൈലിൽ നിന്നും മാറ്റി നിർത്തുക മാത്രമാണ് താൻ ഉദ്ദേശിക്കുന്നതെന്ന് അരവിന്ദൻ പറയുന്നു. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ പുതിയ കാലത്ത് ഈ മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആവുന്ന ഒരു കാലമാണ്. അപ്പോൾ അതിൽ നിന്ന് അവരെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അവർക്ക് മറ്റ് കളികൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. കോട്ടികളി, ചെസ്സ് കളി, അതുപോലെ അവരുടെ ഒരു ചെറിയൊരു പുസ്തകക്കൂടുണ്ട് ടി സ്മാരക ഗ്രന്ഥാലയത്തിൻ്റെ. അപ്പോൾ അവിടുന്ന് പുസ്തകം എടുത്ത് വായിക്കുക, ഊഞ്ഞാലാടുന്നു. അപ്പോൾ അവർ നാടൻ കളികൾ പരിചയപ്പെടുത്തുക കുട്ടികൾക്ക്. ഈ മൊബൈലിന് കണ്ടമാനം കുട്ടികൾ അടിമപ്പെടുന്നുണ്ട്. അതും കൂടെ ഒഴിവാക്കേണ്ട ഒരു കാഴ്ചപ്പാടോടുകൂടി ഒരു 4 വർഷമായിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും പഠനവും കളിയും ചിരിയുമെല്ലാമായി കുട്ടികൾ ഇവിടെ ഹാപ്പിയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ബത്തേരി അതിരൂപതയുടെ സാമൂഹിക സേവന വിഭാഗമായ ശ്രേയസ് സ്ഥാപിതമായിട്ട് 45 വർഷം പൂർത്തിയായി. ആഘോഷത്തിന്റെ ഭാഗമായി തിരുമേനി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഗ്രാമോത്സവം നടത്തി. തിരുമേനി സെന്റ് മേരീസ് മലങ്കര പാരിഷ് ഹാളിൽ നടന്ന പൊതുയോഗം TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. ശ്രേയസ് 45ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി തിരുമേനി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഗ്രാമോത്സവം നടത്തി. തിരുമേനി മിൽമ പരിസരത്തു നിന്നും നിശ്ചല ദൃശ്യങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. തിരുമേനി സെന്റ് മേരീസ് മലങ്കര പാരിഷ് ഹാളിൽ നടന്ന പൊതുയോഗം TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. ബത്തേരി രൂപത മെത്രോപൊലീത്ത ഡോക്ടർ ജോസഫ് മാർ തോമസ് അധ്യക്ഷത വഹിച്ചു. ഫാദർ ഡോക്ടർ വർഗീസ് താന്നിക്കാക്കുഴി, ഫാദർ ഡേവിഡ് ആലുങ്കൽ എന്നിവർ പ്രഭാഷണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ മികച്ച യൂണിറ്റുകൾക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്തു. മേഖലാ ഡയറക്ടർ ഫാദർ സാമുവൽ പുതുപ്പാടി, ജനപ്രതിനിധികളായ KP നസീറ, KK ജോയി, KD പ്രവീൺ, സന്തോഷ് ഇളയിടത്ത്, ഫാദർ ജോൺ കൈത്തിങ്കൽ, ഫാദർ ജിതിൻ ചന്താർമാണിയിൽ, സാജൻ വർഗീസ്, TK രാജേന്ദ്രൻ, PM സെബാസ്റ്റ്യൻ, ബേബി മാത്യു അമ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി തെരുവ് നാടകം, കലാസന്ധ്യ എന്നിവയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കടുത്ത വേനലിൽ കുളിർമ പകർന്ന കാവുകൾ. സുഖശീതളമായ അന്തരീക്ഷമാണ് സസ്യങ്ങളുടെ കലവറയായ കാവുകൾ പ്രദാനം ചെയ്യുന്നത്. ജൈവവൈവിധ്യങ്ങളിൽ സമ്പന്നമായ കാവുകൾ സംരക്ഷിക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ഭൗമതാപനമോ അന്തരീക്ഷ മലിനീകരണമോ ഏൽക്കാത്ത തുരുത്തുകളാണ് കാവുകൾ. നാടിന് കുളിർമ പകരുന്ന തുരുത്തുകളായി സമൂഹവും കാവുകളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു തുടങ്ങി. നിബിഡവനത്തിന്റെ പ്രതീതിയാണ് ഓരോ കാവും സൃഷ്ടിക്കുന്നത്. ജൈവവൈവിധ്യങ്ങളാൽ സമ്പന്നമാക്കപ്പെട്ട ഓരോ കാവിനും പറയാൻ ഓരോ കഥകളുണ്ടാകും. ചിത്രശലഭങ്ങൾ, പക്ഷികൾ, ഉരകവർഗങ്ങൾ എല്ലാം ചേരുന്ന ആവാസ വ്യവസ്ഥയാണ് കാവുകൾ. കാവുകൾ എന്ന് പറയുന്നത് മനുഷ്യന്
ശാരീരികമായും ആത്മീയമായും മാനസികമായും സംസ്കരിക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ല ആരാധനാ കേന്ദ്രമാണ്. പക്ഷേ ഇന്ന് എല്ലാ കാവുകളും ഈ രീതികളിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാവുകളൊക്കെ തന്നെ ഇടിച്ച് വെട്ടി ചുട്ട് നിരപ്പാക്കി. ഇവ സംരക്ഷിക്കണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. EMS സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം, ഷൈൻ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കണ്ണപുരം സംയുക്തമായി കണ്ണപുരം ചൈന ക്ലേ റോഡിൽ വാടി പവിത്രൻ സ്മാരക ബസ് വെയിറ്റിംഗ് ഷെൽട്ടർ സ്ഥാപിച്ചു. M. വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. കണ്ണപുരം ചൈനാക്ലേ റോഡ് ജംഗ്ഷനിൽ തളിപ്പറമ്പ് ഭാഗത്തേക്കുള്ള യാത്രക്കാർക്ക് ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ലാത്തത് ഏറെ ദുരിതം സൃഷ്ടിച്ചിരുന്നു. വെയിലും മഴയും കൊണ്ട് ബസ് കാത്തു നിൽക്കണം. ഇതിന് ഒരു പരിഹാരമെന്ന നിലയിലാണ് ബസ് വെയിറ്റിംഗ് ഷെൽട്ടർ ഒരുക്കിയത്. EMS സ്മാരക വായനശാല ഗ്രന്ഥാലയം, ഷൈൻ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് തൃക്കോത്ത് എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് കണ്ണപുരം ചൈനാക്ലേ റോഡിൽ വാടി പവിത്രന്റെ സ്മരണയ്ക്കായി ബസ് കാത്തിരിപ്പ് കേന്ദ്രം സ്ഥാപിച്ചത്. M. വിജിൻ MLA ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ നാടിന് വേണ്ടി മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച വാടി പവിത്രേട്ടൻ 2018 നമ്മെ വിട്ടുപിരിഞ്ഞത്. വാടി പവിത്രേട്ടൻ്റെ ഓർമ്മകൾ എന്ന് നിലനിൽക്കണമെന്ന് ഈ പ്രദേശത്തെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം, അതോടൊപ്പം തന്നെ EMS വായനശാല. KV രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. രതി, N. ശ്രീധരൻ, TK ദിവാകരൻ, TV ലക്ഷ്മണൻ, O. മോഹനൻ, K. രമേശൻ, AV ജയചന്ദ്രൻ, K. പുരുഷോത്തമൻ, K. ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചീമേനി ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം കളിയാട്ട മഹോത്സവം സമാപിച്ചു. വടക്കേ മലബാറിലെ പ്രസിദ്ധമായ ചീമേനി ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ 11 നാളുകളിലായാണ് കളിയാട്ട ഉത്സവം നടന്നത്. വടക്കേ മലബാറിലെ പ്രസിദ്ധമായ ചീമേനി ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ നടന്നുവന്ന കളിയാട്ട മഹോത്സവം സമാപിച്ചു. രക്തചാമുണ്ടിയും വിഷ്ണുമൂർത്തിയുടെയും തോറ്റങ്ങൾ കളിയാട്ട ദിവസങ്ങളിൽ അരങ്ങിലെത്തി. കഴിഞ്ഞ തിങ്കളാഴ്ചയും കളിയാട്ടത്തിന്റെ അവസാന ദിവസമായ ഇന്നുമാണ് പകൽ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തിയത്. നൂറുകണക്കിന് ആളുകൾ തങ്ങളുടെ ഇഷ്ടദേവതമാരെ കണ്ട് വണങ്ങി അനുഗ്രഹം വാങ്ങുവാൻ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നു. വടക്കേ മലബാർ, തെക്കൻ കർണാടക എന്നിവിടങ്ങളിൽ നിന്നായി 5 ലക്ഷത്തോളം ആളുകൾ കളിയാട്ട മഹോത്സവത്തിനായി എത്തിച്ചേർന്നതായാണ് കണക്കാക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. KKR വെങ്ങരയുടെ കോവിഡ് കാലത്തെ ആകുലതകൾ നിറഞ്ഞ ചാർക്കോൾ ചിത്രങ്ങളുടെ പ്രദർശനം ഓർച്ച പയ്യന്നൂർ ഗാന്ധി പാർക്ക് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ മെയ് 18 മുതൽ 22 വരെ നടക്കും. മെയ് 18 ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് സാഹിത്യ നിരൂപകൻ EP രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്യപ്പെടുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 40-ലേറെ വർഷങ്ങളായി ചിത്രശില്പരംഗത്ത് സജീവമായ KKR വെങ്ങരയുടെ കോവിഡ് കാലത്തെ ആകുലതകൾ നിറഞ്ഞ ചാർക്കോൾ ചിത്രങ്ങളുടെ പ്രദർശനം ഓർച്ച പയ്യന്നൂർ ഗാന്ധി പാർക്ക് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ മെയ് 18 മുതൽ 22 വരെ നടക്കും. മെയ് 18 ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് സാഹിത്യ നിരൂപകൻ EP രാജഗോപാലൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. താഹ മാഡായി അധ്യക്ഷത വഹിക്കും. ഡോക്ടർ PK ഭാഗ്യലക്ഷ്മി ചിത്രപരിചയം നടത്തും. 19 ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് 40ഓളം ചിത്രകാരന്മാരും ചിത്രകലാ വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന വരക്കൂട്ടം പരിപാടിയിൽ PK സുരേഷ് കുമാർ പ്രഭാഷണം നടത്തും. ഗണേഷ് കുമാർ കുഞ്ഞിമംഗലം മുഖ്യാതിഥിയാകും. 21 ചൊവ്വാഴ്ച വൈകിട്ട് 3 മണിക്ക് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രമേശൻ കോവിഡ് കാല അനുഭവങ്ങൾ പങ്കുവെക്കും. സ്കാർലറ്റ് മ്യൂസിക് ക്ലബ്ബ് പാട്ടോളം സംഗീത വിരുന്ന് അവതരിപ്പിക്കും. 22 വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത ഗായകൻ VT മുരളി, പയ്യന്നൂർ DYSP A ഉമേഷ് എന്നിവർ വിശിഷ്ടാതിഥികളാകും. വാർത്താ സമ്മേളനത്തിൽ KKR വെങ്ങര, മധു ഒർജിൻ, വിനോദ് പയ്യന്നൂർ, EP ജീവൻ, ജിതേഷ് ആനന്ദ്, KK ദീപക് തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കോസ്മോസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ആൻഡ് ഗ്രന്ഥാലയം ചെറുകുന്ന് വാർഷികാഘോഷ പരിപാടിക്ക് സമാപനമായി. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി. കോസ്മോസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഗ്രന്ഥാലയത്തിന്റെ വാർഷിക ആഘോഷവും ഉദ്ഘാടനവും ചെറുകുന്ന് ചിടങ്ങിൽ നടന്നു. 2 ദിവസങ്ങളിലായാണ് പരിപാടി നടന്നത്. പരിപാടിയുടെ ഭാഗമായുള്ള ആദരിക്കൽ സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് T. നിഷ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ കലാമേള, അംഗൻവാടി കുട്ടികളുടെയും ക്ലബ്ബ് പ്രവർത്തകരുടെയും കലാപരിപാടികൾ എന്നിവ അരങ്ങേറി.
പ്രശസ്ത മാപ്പിളപ്പാട്ട് കലാകാരി ഷഹജ മലപ്പുറം, ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് മുട്ടം പുരുഷു എന്നിവർ നയിച്ച പരിപാടി ശ്രദ്ധേയമായി. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. ഒപ്പരം കൂടാൻ വീണ്ടും നാട്ടിലേക്ക് എന്ന ആശയവുമായി പാറോത്തുംനീർ ഗ്രാമീണ വായനശാല തങ്ങളുടെ 35ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ഇങ്ങനെയൊരു പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. മെയ് 16 നടക്കുന്ന വാർഷികാഘോഷ പരിപാടി വൈകുന്നേരം ജോൺ ബ്രിട്ടാസ് MP ഉദ്ഘാടനം ചെയ്യും. പാറോത്തുംനീർ ഗ്രാമീണ വായനശാല വാർഷികാഘോഷ പരിപാടികൾ മെയ് 16 വൈകുന്നേരം ജോൺ ബ്രിട്ടാസ് MP ഉദ്ഘാടനം ചെയ്യും. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല അധ്യക്ഷത വഹിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ പുസ്തകം ഏറ്റുവാങ്ങും. ഗ്രാമത്തിൽ നിന്നും താമസം മാറിപ്പോയവരുടെ സംഗമം ഒപ്പരം കൂടാൻ നാട്ടിലേക്ക് എന്ന പരിപാടി TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്യും. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ K ദാമോദരൻ മാസ്റ്റർ മുഖ്യാതിഥിയാകും. കൂടാതെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംസാരിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. P ഗോപാലൻ, RK പത്മനാഭൻ, P പത്മനാഭൻ മാസ്റ്റർ, PV വിജയൻ, K പ്രഭാകരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS സർഗോത്സവം അരങ്ങ് 2024 പുന്നച്ചേരിയിൽ നടന്നു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് D വിമല ഉദ്ഘാടനം ചെയ്തു. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS വാർഷിക ആഘോഷം ചെറുകുന്ന് പുന്നച്ചേരി സെന്റ് മേരീസ് LP സ്കൂളിൽ നടന്നു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് D വിമല ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് T നിഷ അധ്യക്ഷത വഹിച്ചു. KV നിർമ്മല, K പത്മിനി, രേഷ്മ പരാഗൻ, PV സജീവൻ, CH പ്രദീപൻ, K അനിത, PL ബേബി, K പ്രീത, KP നിഷ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. വെള്ളൂർ ശ്രീ ചെറൂട്ട തറവാട് പുനഃപ്രതിഷ്ഠ കളിയാട്ട മഹോത്സവം മെയ് 16 മുതൽ 19 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളൂർ ശ്രീ ചെറൂട്ട തറവാട് പുനഃപ്രതിഷ്ഠ കളിയാട്ട മഹോത്സവം മെയ് 16 മുതൽ 19 വരെ നടക്കും. മെയ് 16, 17 തീയതികളിൽ നടക്കുന്ന പുനഃപ്രതിഷ്ഠാ കലശത്തിന് തന്ത്രി കുന്നത്തില്ലത്ത് മുരളീകൃഷ്ണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിക്കും. മെയ് 18 പ്രതിഷ്ഠയും വിവിധ തെയ്യക്കോലങ്ങളുടെ തോറ്റവും അരങ്ങിലെത്തും. മെയ് 19 വിഷ്ണുമൂർത്തി, ധർമ്മദൈവം, കുണ്ടൂർ ചാമുണ്ടി എന്നീ തെയ്യക്കോലങ്ങൾ അരങ്ങേറും. തുടർന്ന് അന്നദാനവും ഉണ്ടാകും. C രാമചന്ദ്രൻ, C കുഞ്ഞിക്കണ്ണൻ, ചെറൂട്ട രമേശൻ, C ലക്ഷ്മണൻ, ചെറൂട്ട വിനോദ്, C രമേശൻ എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂർ കോടതി സമുച്ചയം നിർമ്മാണം സെപ്റ്റംബറിൽ പൂർത്തീകരിക്കുമെന്ന TI മധുസൂദനൻ MLA. 14 കോടി രൂപ ചെലവഴിച്ച് 3053 സ്ക്വയർ ഫീറ്റിലാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം. അതിയടം പെരിയാട്ട് പാടശേഖരങ്ങളിലെ കർഷകർക്ക് ആശ്വാസമായി റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണം പുരോഗമിക്കുന്നു. ശോചനീയാവസ്ഥയിലായ പഴയ പാലം പൊളിച്ചു നീക്കിയാണ് പുതിയ റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഒരുക്കുന്നത്. കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന VV സരോജിനിയുടെ 3ാം ചരമവാർഷിക ദിനം ആചരിച്ചു. കരിവെള്ളൂർ രക്തസാക്ഷി നഗറിൽ CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം PP ദിവ്യ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വടക്കേ മലബാറിലെ പ്രസിദ്ധമായ ചീമേനി ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം മഹോത്സവത്തിന് സമാപനമായി. 11 നാളുകളിലായി നടന്ന കളിയാട്ടത്തിന് എത്തിച്ചേർന്നത് ലക്ഷക്കണക്കിന് ഭക്തർ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.